ഏത് വിഷയമാണോ നിങ്ങളുടെ മുമ്പിൽ അസാധ്യമെന്ന് പറയുന്നത്, ഏത് വിഷയമാണോ ഇംപോസിബിൾ എന്ന് പറയുന്നത്, ആ വിഷയത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം സ്വർഗം ഇറങ്ങുകയാണ്. ഇംപോസിബിൾ എന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ചില മെഡിക്കൽ റിപ്പോർട്ട്സിനെ തന്നെ മാറ്റിക്കൊണ്ട് ചില അത്ഭുത വിടുതലുകൾ, അത്ഭുത സൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ഇന്ന് പകൽക്കാലം സൃഷ്ടിക്കപ്പെടുകയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പാഴ് ശൂന്യമായിരുന്ന ഭൂമിയെ മനുഷ്യന് വസിക്കുമാറാക്കിയെങ്കിൽ, അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാലം പാഴും ശൂന്യമായി ഇരിക്കുന്ന നിന്റെ അവസ്ഥയെ ഒരു അത്ഭുതമാക്കി മാറ്റുക, അനേകർക്ക് അത്ഭുതമാക്കി മാറ്റുക ഇന്ന് പകൽക്കാലം ദൈവത്തിന് കഴിയോ. ഇവിടെ കാലുകുത്തുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുക. ഇവിടെ കാലുകുത്തുന്നവരുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നടക്കുക. ഒഴിഞ്ഞിരിക്കുന്ന കസരകൾ നിറയാൻ പോകുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ഓവർഫ്ലോയിലേക്ക് സഭ മാറാൻ പോകുകയാണ്. അനേകർ കാണത്തക്ക രീതിയിൽ, അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ്. ഒരു സൈന്യം എഴുന്നേക്കാൻ പോകുകയാണ്. ഒരു സൈന്യം എഴുന്നേക്കാൻ പോകുകയാണ്. I believe it and declare it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ഇവിടെ കയറി വരുന്നവരുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറലായി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം ഉണ്ടെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ചില വിടുതലുകൾ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ വരുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കും. വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി നല്ല ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങളെ തട്ടി ഹല്ലേലൂയ, ആമേൻ. ഹാപ്പി മദേഴ്സ് ഡേ. നമ്മൾ മദേഴ്സിനെ ഓണർ ചെയ്തു. ആമേൻ. മദേഴ്സ് ഡേ ഇസ് ലൈക്ക് മദേഴ്സ്, വചനം പറയുന്നത് പോലെ, വചനത്തിൽ പറയുന്നത് പോലെ മദേഴ്സിന് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ദൈവം ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. ആമേൻ. ദിസ് ബിഗ് റെസ്പോൺസിബിലിറ്റി, എ കോളിംഗ് പറയുന്നത് പോലെ കോളിംഗ് ആണ്. ആമേൻ. അല്ലെ, തിരഞ്ഞെടുത്തു. നമ്മുടെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ഒരു അമ്മയാകാൻ തിരഞ്ഞെടുത്തു, ഒരു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ തിരഞ്ഞെടുത്തു. ഇറ്റ്സ് ലൈക്ക് എ പ്രിവിലേജ് ആണ് ദൈവം തന്നിരിക്കുന്നത്. അമേൻ. ഈ പ്രിവിലേജിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അമേൻ. അവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. അമ്മ ദൈവം കൊടുത്താലേ, ദൈവം ഒരു തലമുറ കൊടുത്താലേ അത് ഹല്ലേലൂയ നിലനിൽക്കത്തുള്ളൂ. അമേൻ. ഹല്ലേലൂയ. എൻ്റെ വൈഫ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരു കുഞ്ഞ് കിട്ടാൻ ഓൾമോസ്റ്റ് 9 years എടുത്തു. നമ്മൾ മിനിസ്ട്രിയിലാണ്. 9 years എടുത്തു. മാരേജ് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രതിസന്ധിയിൽ കൂടെ. പ്രതിസന്ധി അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്തില്ല. കാരണം വി നോ ഗോഡ് ഈസ് ദ പ്രൊവൈഡർ. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഇല്ലായ്മയുടെ കാലം ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു, നാട്ടുകാർക്ക് പ്രശ്നമായിരുന്നു. നാട്ടുകാരുടെ പ്രശ്നം കൂടിയപ്പോൾ ആമേൻ അത് പേരൻസിലേക്ക് വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രഷർ എന്ന് പറയുന്നത് പുറത്തുനിന്നാണ്. ആമേൻ. പക്ഷെ വിശ്വാസത്തോടെ പ്രൊഫറ്റിക്കായിട്ട് പ്രൊഫറ്റ്സിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവശബ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല, എഫക്റ്റ് ചെയ്യത്തില്ല, നമ്മുടെ തീരുമാനത്തെ മാറ്റത്തില്ല. ആമേൻ. ഒരു തീരുമാനം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ ചലിക്കാമെങ്കിൽ ഹല്ലേലൂയ ദൈവിക മഹത്വം കണ്ടിരിക്കും നിശ്ചയം. ആമേൻ. ഞാൻ പറയുന്നു, വൈഫ് മെഡിക്കൽ ഡോക്ടറാണ്. അവൾ ഗൈനക്കോളജിയിലാണ് PG ചെയ്തത്. ആമേൻ. PG എടുത്തത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ മെഡിക്കൽ സയൻസ് പരമായി മൂവ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡമുണ്ട്. ആമേൻ. അതിന് കാശ് കൊടുക്കേണ്ട, കാരണം അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ഫെയ്ത്തിൽ, നമ്മുടെ വിശ്വാസത്തോടെ ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥനയിൽ അങ്ങ് സ്റ്റെപ്പ് എടുത്തു. വി ആർ നോട്ട് ഗോയിങ് ഫോർ എ ട്രീറ്റ്മെന്റ്. ആമേൻ. പക്ഷെ ഈ ഒരു ഫെയ്ത്ത് വാസ് എ ടെസ്റ്റിംഗ് ഫെയ്ത്ത്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഒരു ഭയങ്കര ഒരു ഫെയ്ത്ത്. ആ ഫെയ്ത്ത് സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമ്മയാകാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു അമ്മ ആകാൻ അനേകരുടെ മുമ്പിൽ എനിക്ക് ആ ഒരു പ്രഷർ വരത്തില്ല. കാരണം അമ്മമാരുടെ ഇടയിലും പ്രായമുള്ളവരുടെ ഇടയിലും നാട്ടിൽ നമ്മൾ നടക്കുമ്പോൾ എന്നോടാരും ചോദിക്കത്തില്ല. പക്ഷേ ചോദിക്കുന്നത് അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയോടായിരിക്കും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? എന്താ എത്ര ദിവസമായി ഈ ഒരു പ്രഷർ ക്യാരി ചെയ്തുകൊണ്ട് ഈ ഫെയ്ത്ത് പിടിച്ചു നിൽക്കുവാൻ, എൻ്റെ കൂടെ നിൽക്കുവാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുവാൻ
ഇറ്റ്സ് എ ബിഗ് സ്ട്രെസ്സാ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സ്ട്രെസ്സിൽ, പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മൾ വീഴാതെ നമുക്ക് ആരുമില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ചിലയിടത്ത് വിഷയങ്ങൾ പ്രാർത്ഥിക്കും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. തലമുറകളില്ലായിരുന്ന അനേകർക്ക് തലമുറ ദൈവം കൊടുത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ മിനിസ്ട്രിയിൽ ഒത്തിരി പേർക്ക് വിടുതൽ കിട്ടി. പക്ഷെ ഓരോ ടൈമിലും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാതിരിക്കുമ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശബ്ദമുണ്ടായിരുന്നു. He is going to provide. ഒരു തലമുറയല്ല, പല തലമുറകളെ ദൈവം തരുമെന്നുള്ള ആ പ്രൊഫസി അല്ലെങ്കിൽ പ്രൊഫറ്റിക് വേർഡ് ഓരോ പ്രാവശ്യവും ദൈവദാസന്മാരിൽ കൂടെ നമ്മളെ കേൾപ്പിക്കുമായിരുന്നു. ആമേൻ. ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു വിഷയം ഇതാണ്. ആമേൻ. തലമുറ നമ്മുടെ വിഷയത്തിൻ്റെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിൽ തലമുറയുടെ വിഷയമുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൺ ഫോക്കസ്. എനിക്ക് തോന്നുന്നു 8ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വീക്ക് ഉപവസിച്ചു, ലാസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അറിയുന്ന 2-3 പേരുടെ പാസ്റ്റേഴ്സിന്റെ നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്തു. നിസ് പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. ദൈവാലോചന പറയണ്ട, റീസൺ ഒന്നും പറയണ്ട, ചുമ്മാ ജസ്റ്റ് ഒന്ന് വിളിച്ച കാര്യം അന്വേഷിക്കുക. നോർമലി വി ബിലീവ്. നമ്മൾ വിളിച്ചു, 2 പേരും ഫോൺ എടുത്തില്ല, തിരിച്ചും വിളിച്ചില്ല. But we know God has answered our prayers. നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് വേറൊരു ദൈവദാസൻ, നമ്മൾ വിളിക്കാത്ത ഒരു ദൈവദാസൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, പാസ്റ്ററെ, ഇവിടെയല്ല, നാട്ടിലല്ല, നിങ്ങൾ വിദേശത്ത് കാനഡയാണെന്ന് തോന്നുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നത് കാണുന്നു. ആമേൻ. ഇത് നമ്മുടെ ഫെയ്ത്തിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആമേൻ. ആർ യു റെഡി ടു മൂവ് ഇൻ ഫെയ്ത്ത്? നിങ്ങൾ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആർ യു റെഡി ടു ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്? നിങ്ങൾ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം അത് തരാൻ പോകുക. ദൈവം തരുന്ന നന്മ ആർക്കും പറിച്ചു കളയാൻ പറ്റത്തില്ല, പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ വിശ്വസിക്കാമെങ്കിൽ ദൂതനെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്ന് വചനം പറയുമ്പോൾ ചില പ്രൊഫറ്റിക്കായിട്ട് ചിലത് സൃഷ്ടിക്കപ്പെടുകയാണ്, ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉരുവാകുകയാണ്. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വചനത്തിൽ ഒത്തിരി അമ്മമാരെ കുറിച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. ആമേൻ. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആമേൻ. ലെറ്റ്സ് റീഡ് ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 1 verse 10 and 11. യഹോവയ്ക്ക് കൊടുക്കും. മതി. നമുക്ക് ഇവിടെ ഒരു അമ്മയെ കുറിച്ച് നമ്മൾ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഒരു അമ്മയാകുന്നതിന് മുമ്പേ ഒരു സ്ത്രീ ആയിരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു വാക്യൂമാ. നമ്മൾ കേട്ടതുപോലെ ഇറ്റ്സ് എ വാക്യൂം. ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ നടക്കുന്നില്ല. തന്റെ കൂടെ ഉള്ളവർ, തന്റെ ഭർത്താവ് നല്ലവണ്ണം സ്നേഹിക്കുന്ന വചനം പറയുന്നു. അതിൽ പറയുന്നു, ഹസ്ബൻഡ് വാസ് എവറിത്തിങ് ഫോർ ഹർ. ഹി ലവ്ഡ് her എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹിച്ചു. ഹി വാസ് സ്ട്രീക്ക് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വാക്യൂമിനെ ഫില്ല് ചെയ്യാൻ നോക്കുക വിത്ത് ലവ് ആൻഡ് കെയർ. കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ്. പക്ഷെ ഇവിടെ ആ സ്ത്രീക്ക് എന്താണെന്നറിയാം ഒരു പ്രശ്നം. ആ സ്നേഹമൊന്നും ഈ വാക്യൂമിന് എന്ത് ചെയ്യുന്നില്ല, ഫില്ല് ചെയ്യുന്നില്ല. She was feeling empty. Amen. ഇതുപോലെയാണ് പല കുടുംബങ്ങളും കടന്നു പോകുന്നത്.
തലമുറയില്ലാത്ത കുടുംബങ്ങൾ കടന്നു പോകുന്നത്. സ്നേഹമുള്ള ഭർത്താവ് എന്ന് പറയും, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ എന്നുള്ള ചിന്ത കൊടുക്കാൻ നോക്കും. പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ ഈ പെയിൻ ഉണ്ട്. ഇല്ലെന്ന് പുറത്ത് പറഞ്ഞാൽ, എത്ര ചിരിച്ചാലും ഓക്കെ എന്ന് പറഞ്ഞാലും, എത്ര പറഞ്ഞാലും that vacuum is there. ആമേൻ. സഭ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആരും തലമുറയില്ലാതിരിക്കരുത്. അവരുടെ ജീവിതത്തിൽ തലമുറ നന്മകൾ കിട്ടണം. അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറണം. മെഡിക്കൽ സംബന്ധമാണെങ്കിൽ അത് മാറണം. ഡോക്ടർമാർ കഴിയില്ലെന്ന് പറയുന്നതാണെങ്കിൽ അത് മാറണം. ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ദൈവമേ, യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആരുടെങ്കിലും ജീവിതത്തിൽ തലമുറകൾ ഉണ്ടാകാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വാക്യൂമായി. ഈ വാക്യൂം ഫിൽ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. മെഡിക്കൽ സയൻസിന് പറ്റത്തില്ല. അപ്പൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് അത്ര അഡ്വാൻസ്ഡ് അല്ല. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളുടെ കുഴപ്പമാണെന്നുള്ള കാര്യം മനസ്സിലായി. ആമേൻ. എത്രർക്ക് മനസ്സിലായി? അവളുടെ ജീവിതത്തിലുള്ള കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് ഈ തലമുറ ഉണ്ടാകാത്തത് കൊണ്ട് പെയിൻ. ഭർത്താവ് അവളുടെ കൂടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള പ്രഷർ കാരണം ഇവൾ തകർന്നുപോയി. ഇവൾക്ക് മുന്നോട്ട് പോകാൻ ചലിക്കാൻ പറ്റാതെയായി. There was so much pressure. ആ പ്രഷറാണ് അവളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയുടെ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ കാരണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ പ്രഷർ കാരണമാണ്. അതുവരെ കുഴപ്പമില്ലായിരുന്നു, ഭർത്താവ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ദ ടൈം പാസ്സായി വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ സമയം മുന്നോട്ട് പോയപ്പോൾ, ഈ തലമുറയില്ലാത്തത് അവളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയായി മാറി. അവൾ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഒന്നുകൂടെ വായിക്കാമോ? 1 മുതൽ 10, 11 വായിക്കാമോ? യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഒരു സ്ത്രീ മദറാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കരയുകയാണ്. ആമേൻ. എന്തിനാ കരയുന്നറിയാമോ? തൻ്റെ ജീവിതത്തിലെ ഒരു വാക്യൂമുണ്ട്. അതിനെന്ത് ചെയ്യണം? ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. തൻ്റെ ജീവിതത്തിൽ ഭർത്താവിന് നിറയ്ക്കാൻ കഴിയാത്തത്, ഭർത്താവിന് അതിനെ എന്ന് പറഞ്ഞാൽ ആ കംഫർട്ട്സിനൊന്നും, ആശ്വാസത്തിനൊന്നും, ഗിഫ്റ്റിനൊന്നും, സ്നേഹത്തിനൊന്നും ഫില്ല് ചെയ്യാൻ കഴിയാത്ത ഒരു മണ്ഡലമുണ്ട്. ആമേൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഒരു വിശ്വാസമുണ്ട്, അവക്കൊരു വിശ്വാസമുണ്ട്, ഇത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത, ചെയ്യുവാൻ കഴിയുള്ള ഒരു ദൈവമുണ്ട്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. when everywhere, like അവളുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ് എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, എല്ലാം അടഞ്ഞാലും എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഓപ്പൺ ഹെവൻ ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം എവിടെയെല്ലാം, ഏത് സാഹചര്യങ്ങളോ ഏത് മണ്ഡലങ്ങളോ അടഞ്ഞു വച്ചാലും അടച്ചു വരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം അടഞ്ഞിരിക്കുന്നു അവിടെയെല്ലാം ഒരു കാര്യം പറയാ, എവിടെയെല്ലാം അടഞ്ഞിരുന്നോട്ടെ, ഏത് സാഹചര്യങ്ങളും അടഞ്ഞിരുന്നോട്ടെ, ഹല്ലേലൂയ, തുറന്നിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ഒന്ന് കണക്ട് ആകാമെങ്കിൽ, ആ സ്വർഗവുമായിട്ടൊന്ന് കണക്ട് ആകാമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന സകല വാതിലുകളും ഇന്ന് പകൽക്കാലം തുറക്കും.
വിശ്വസിക്കാൻ കഴിയുന്നവർ ഇതുപോലെ വിശ്വസിച്ചാട്ടെ. ഓ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാല അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അടഞ്ഞിരിക്കുകയാണോ, അത് തുറക്കുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് പാസ്റ്ററിന് കഴിയത്തില്ല, ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന് കഴിയത്തില്ല, ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യയ്ക്ക് കഴിയത്തില്ല, നിങ്ങളുടെ മക്കൾക്ക് കഴിയത്തില്ല, നിന്റെ കൂട്ടുകാർക്ക് കഴിയത്തില്ല, നിന്റെ ജോലിക്ക് കഴിയത്തില്ല, മരുന്നിന് കഴിയത്തില്ല, ഡോക്ടർമാർക്ക് കഴിയത്തില്ല. ഇന്ന് പകൽക്ക് കഴിവുള്ള ഒരു വ്യക്തിയേ ഉള്ളൂ. അത് സാക്ഷാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് പകൽക്കൽ വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ കരങ്ങളെ തട്ടി ആ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ നല്ല ദൈവത്തിന് ഹല്ലേലൂയ മഹത്വം കൊടുത്താട്ടെ. ഓ let us praise him, let us worship him. ബാബാ രാംതുരി കമാസകി ഓ റബഹത്തന മനാത്ര. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഈ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആയാലും അവളുടെ ജീവിതത്തിൽ ഈ വാക്യൂമിനെ ഫില്ല് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ only person who can do something is God himself. Amen. അവൾ അത് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുക. എന്തോ വിശ്വസിച്ചത്? എന്തിനാ ദൈവസന്നിധിയിൽ വന്നിരുന്നത്? തൻ്റെ ജീവിതത്തിൻ്റെ വാക്യൂം ഫില്ല് ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു. ആമേൻ. അവിടെ പറയുന്നു മനോവ്യസനത്തോടെ, bitterness of soul, prayed unto Lord and wept sore. കരഞ്ഞു, നിലവിളിച്ചു. She was crying to God. ആമേൻ. പലരും ചോദിക്കാം, എന്തിനാ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നേ? ആമേൻ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ എന്ന് ചോദിക്കാം. She doesn't know, but she believed if God answers. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചാൽ ഒരു അത്ഭുതമായി മാറും. ഓ ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചാൽ ഇത് അത്ഭുതമായി മാറും. ആമേൻ. അനേക പ്രാർത്ഥന പ്രാർത്ഥിച്ച് കാണും, പക്ഷെ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഇത് എല്ലാം തകർന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. അതുവരെയുള്ള പ്രാർത്ഥനയിൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന ആശ്വാസം പറയാൻ. ഇത് പണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ ടേക്ക് കെയർ ചെയ്യും, എൻ്റെ ഹസ്ബൻഡ് എന്നെ പുറത്താക്കിയില്ല. നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ വചനത്തില്, ഒരു ഭാര്യയെ സ്നേഹിച്ചു, ഒരു ഭാര്യയെ സ്നേഹിച്ചില്ല. പക്ഷേ ആ സ്നേഹം കിട്ടാൻ വേണ്ടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? സ്നേഹം കിട്ടാൻ വേണ്ടി, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഇനി കുഞ്ഞൻ കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവ് സ്നേഹിക്കും. നമ്മുടെ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥന. സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് പ്രോബ്ലം. അതല്ല പ്രശ്നം. ഇവളുടെ ജീവിതത്തിൽ ഇവൾ അനുഭവിക്കുന്ന എംപ്റ്റിനെസ് ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും സാറ്റിസ്ഫൈ ചെയ്യാനല്ല, തൻ്റെ ജീവിതത്തിലുള്ള ഈ പ്രതിസന്ധി തനിക്കൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഷീ ഈസ് ഫീലിംഗ് ദാറ്റ് എംപ്റ്റിനെസ്. എന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലുള്ള എംപ്റ്റിനെസ് ഫില്ല് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ആ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ, യു ഹാവ് ടു ബി ദൈവസന്നിധിയിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു നിമിഷം ദൈവസന്നിധിയിലൊന്ന്, നിങ്ങളുടെ എത്ര വലിയ വിഷയമായിക്കോട്ടെ, ആ വിഷയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന ഇന്ന് പകൽക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് ഉയരട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട്, ആ വിഷയം ഏതായിക്കോട്ടെ പ്രാർത്ഥിച്ചാട്ടെ. ഉറാഖമന, ലെറ്റ്സ് പ്രേ. ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ വിഷയത്തിൻ്റെ ഏത് വലിയ വിഷയമായിക്കായാലും, ഞാൻ പറയും ദൈവസന്നിധിയിൽ അവൾ കരഞ്ഞ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടു. നിങ്ങളുടെ തലമുറയെക്കുറിച്ചായിരിക്കാം,
നിങ്ങളുടെ ജോലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചായിരിക്കാം, ഏത് വിഷയമായാലും ഇന്ന് കരയുന്ന വിഷയത്തിൻ്റെ അകത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് മറുപടി ഉണ്ട്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു വചനം മറ്റൊരു ഹാലോ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. ഇന്ന് നമ്മൾ ഹന്നയെക്കുറിച്ച് പറയണം. ഹന്നയുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറലായി ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ചില വിഷയങ്ങൾ നിങ്ങൾ കാണുന്ന, നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുക, ഇപ്പോൾ ചലിക്കുകയാണ്. ഐ ബിലീവ് ദെർ ഈസ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ആർ റൈറ്റ് നൗ ഹാപ്പനിങ്. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരിക്കുക, പക്ഷെ നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് വലുതായി തോന്നുന്നത്, ഭർത്താവിന് ഹല്ലേലൂയ ആ വിഷയം വലുതായി തോന്നത്തില്ല, ഭാര്യയ്ക്ക് ആ വിഷയം വലുതായി തോന്നത്തില്ല. നിങ്ങളുടെ വിഷയം വലുതാണ്. ഹി നോസ് ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം, നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ കാണുന്ന ദൈവം. ഇന്ന് പകൽക്കാലം അതിന്റെ ഹല്ലേലൂയ ആഴം, അതിന്റെ സങ്കടം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം അന്നേ നിന്റെ വിഷയം ആർക്കും അറിയത്തില്ല. ഭർത്താവ് വിചാരിച്ചു കാണാൻ എന്റെ സ്നേഹം കൊണ്ട് അവളുടെ സങ്കടത്തെ മാറ്റാ, എന്റെ ഹല്ലേലൂയ എന്റെ കരുതൽ കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട് അവളുടെ സങ്കടം മാറ്റാ. പക്ഷെ നിങ്ങൾ കീഴിൽ നീറുന്ന വിഷയം അല്ലേ ഹല്ലേലൂയ. അന്ന നീറി കരഞ്ഞു അല്ലെ, എന്റെ ഭർത്താവിന് എനിക്ക് പ്രശ്നമില്ല, ഭർത്താവുമായിട്ട് എനിക്ക് പ്രശ്നമില്ല, ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ബട്ട് ഐ നീഡ് a miracle in my life. എനിക്ക് ഇത് വിഷയത്തിന്റെ അകത്ത് ഒരു മറുപടി കാണണം. ഈ ഇംപോസിബിൾ എന്ന് പറയുന്ന വിഷയത്തിന്റെ എനിക്കൊരു മറുപടി കാണണമെന്ന് അവൾ കരഞ്ഞപ്പോൾ ദൈവം അത്ഭുതം സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാല ചില വിടുതലുകൾ ദൈവം കൈമാറുകയാണ്. ഓ ബാബാ ശം തുനാമനാന്തനവനകതന റിബാബാ ശകിരബാന്ധനവനകതന ഓ റിബാഹത്തന രഗനമന ശകിരബാനാന്തനവനകതന. ആമേൻ. അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടു. ആമേൻ. ഞാൻ പറയുന്നു, രണ്ട് പ്രാർത്ഥന, നമ്മൾ ലേയുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു. അവൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള പ്രാർത്ഥന ആയിരുന്നു. പക്ഷെ ഇവിടെ ഉള്ള പ്രാർത്ഥന അത് ഒന്നുമല്ല പ്രശ്നം. അവളുടെ ജീവിതത്തിൽ ആ വാക്യൂം ഫിൽ ചെയ്യാനുള്ള പ്രാർത്ഥന, തന്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധി ആരും തന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇല്ലെങ്കിലും താൻ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് നിങ്ങളെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ ഭർത്താവ് കാണത്തില്ല, ഭാര്യ കാണത്തില്ല, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് അവർ ഭർത്താവും പറയും എല്ലാം ഓക്കെയാണ്, എന്ന് പറയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാ. നിന്റെ വിഷയത്തിന്റെ അകത്ത് സൂപ്പർ നാച്ചുറലായി മറുപടി അയക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ഇന്നും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. 1 ശമൂവേൽ 1-ാം അധ്യായം, ലെറ്റ്സ് ഗോ. അതിൽ 2-3 ആ പ്രാർത്ഥനയുടെ അവസ്ഥയെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ഇവളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഏലി പുരോഹിതൻ വന്ന് ദൈവദാസിയോട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. അതിന്റെ 12-ാം വാക്യം വായിച്ചട്ടെ. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ച് നോക്കി. അല്ലേ? അതിന് മുമ്പ് ഒന്നുകൂടെ വായിക്കാം, ഒന്നുകൂടെ. It came to pass, she continued praying before the Lord. Eli marked her mouth. അതിന്റെ അർത്ഥം അവളുടെ വായെ ശ്രദ്ധിച്ചു നോക്കുക. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഇവൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? He want to know what she is praying. Amen. ചില പ്രാർത്ഥന മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നേ, ചിലത് മനസ്സിലാകത്തില്ലെന്നേ. ഈ പ്രാർത്ഥന മനുഷ്യനോ കേൾക്കാനുള്ള പ്രാർത്ഥനയല്ല. മനുഷ്യനോട് സംസാരിച്ച എല്ലാം അവസാനിച്ചു. ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞ് അവസാനിച്ച് കാണും, ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു അവസാനിച്ച് കാണും, അല്ലെ അനേകരുടെ അടുത്ത് കൈ ചോദിച്ച് തീർന്ന അവസ്ഥയായിരിക്കും. എല്ലാം കൈവിട്ട കേസാ. ഇവക്കറിയാം ഈ പ്രാർത്ഥന മനുഷ്യനോടുള്ള പ്രാർത്ഥനയല്ല, ഇത് ദൈവത്തോടുള്ള സംസാരമാണ്. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ പ്രാർത്ഥന മനുഷ്യന് മനസ്സിലാകത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ലാംഗ്വേജ് ഇല്ല, വാക്കുകളില്ല.
this prayer is different from a normal prayer. ഏലി പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാർത്ഥന സ്റ്റൈലല്ല ഇവൾ പ്രാർത്ഥിക്കുന്നത്. അന്ന് വരെ പഠിച്ച അല്ലെങ്കിൽ അനേകർ കേട്ട പ്രാർത്ഥനയല്ല ഇവൾ പ്രാർത്ഥിക്കുന്നത്. ഇവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആർക്കും മനസ്സിലാകുന്നില്ല. ബിക്കോസ് ഷീ വാസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ആമേൻ. when we are in weakness, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് പ്രാർത്ഥന വിഷയം എന്താ നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്, നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ച്, ആ ബുദ്ധിയിൽ അത് ഒതുങ്ങി ബുദ്ധിയെ കെട്ടുന്ന അല്ലെങ്കിൽ അവിശ്വാസവുമായി അങ്ങ് അത് തളർന്നിരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന ആർക്കും മനസ്സിലാകാത്തൊരു പ്രാർത്ഥന ഹന്ന പ്രാർത്ഥിക്കുകയാണ്. ഈസ് ദർ എ വേർഡ്? വചനത്തിൽ അങ്ങനെ ഉണ്ടോ മനസ്സിലാകാത്ത പ്രാർത്ഥന? യെസ്, ഉണ്ട്. നമുക്ക് വായിക്കാം റോമർ 8:26 റോമർ 8:26. Let's read. In the same way the Spirit helps us in our weakness. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് അറിയുന്നല്ലോ. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം. വചനം പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന ലിമിറ്റഡ് ആണ്. ആമേൻ. അവർക്ക് മനസ്സിലായി ഇന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഫലപ്പെടാൻ അല്ലെങ്കിൽ അതിന്റെ കാര്യം സാധിക്കാതിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറാനുണ്ട്. ആമേൻ. ചില വിഷയത്തിന്റെ അകത്ത് ചില പ്രാർത്ഥനയുടെ ലെവൽ മാറാനുണ്ട്. ഇവിടെ ഹന്നയുടെ പ്രാർത്ഥന അന്ന് വരെയുള്ള പ്രാർത്ഥന മാറി. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത കൊണ്ട് നാം അറിയുന്നല്ലോ, ആത്മാവ് തന്നെ ഉദ്ധരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ബിക്കോസ് വേർ വി cannot, we fail in prayer, where we are limited in prayer, Holy Spirit help us in prayer. Holy Spirit will pray for us. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ഉള്ളിലുള്ള ആത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഓ, മനസ്സിലാകുന്ന എത്ര പേർക്കുണ്ട്? ആമേൻ. അല്ല, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ groanings which cannot be uttered. ഇംഗ്ലീഷിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമേ ഉള്ളൂ. എന്താന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ആമേൻ. cannot be uttered. ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷ. ആമേൻ. 1 Corinthians chapter 14 verse 2 ഒന്ന് വായിക്കാമോ? 1 Corinthians chapter 14 verse 2. ഈ പ്രാർത്ഥന മനുഷ്യനോടല്ല. ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആരുമായിട്ടാ പ്രാർത്ഥിക്കുന്നത്? ദൈവവുമായിട്ടാ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. And no one will understand it. Amen. ആർക്കും മനസ്സിലാകാത്ത ഭാഷ. So she prayed in a language which people couldn't understand. Amen. Hallelujah. അവിടെ ഒരു പുരോഹിതനുണ്ട്. Amen. വർഷങ്ങളായി പുരോഹിതനായിരിക്കുക. തനിക്ക് കൂടെ മനസ്സിലാകത്തില്ലെന്ന വചനം പറയുന്നേ. ഓ, മനസ്സിലാകുന്നു. വചനം എങ്ങനെയാ പറയുന്നത്? No one can understand. ഈ ഭാഷ ആർക്ക് ഇത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാ. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. 27-37 വർഷം IPCയിലോ AGയിലോ അല്ലെങ്കിൽ ഏത് ഡിനോമിനേഷനിൽ പാസ്റ്റർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പോപ്പ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന മനസ്സിലാകത്തില്ല. ആമേൻ. ഇത് മനസ്സിലാകണമെങ്കിൽ ആമേൻ ഹോളി സ്പിരിറ്റ് ഉണ്ടാകണം. ഇത് മനസ്സിലാകണമെങ്കിൽ അടുത്തൊരു ഗിഫ്റ്റ് കൂടെ വേണം.
ആമേൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാല ദൂത് മനസ്സിലായ എത്ര പേരുണ്ട്? ചില പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ഹോളി സ്പിരിറ്റ് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുടെ വില മനസ്സിലാക്കാൻ, അതിന്റെ ബലം മനസ്സിലാക്കാൻ, അതിന്റെ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് ഇടയായി. ഇന്ന് പകൽക്കാല ഒരു കാര്യം പറയാ, ഇതാ ഒരു പ്രാർത്ഥന, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥന, അല്ല പുരോഹിതനും കൂടെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥന. പുരോഹിതൻ വന്നിരുന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒന്ന് വായിക്കാമോ? അല്ല, ദൈവസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ, ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു പുരോഹിതൻ. ഹല്ലേലൂയ. വർഷങ്ങളായി ഞാനിങ്ങനെ ചിന്തിക്കുന്നു, എല്ലാവർക്കും അറിയുന്ന ഒരു പാസ്റ്റർ, വചനം നല്ലവണ്ണം അറിയുന്ന, ആ ദൈവവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരാള്, അനേക എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ആമേൻ, ലേബലുള്ള വ്യക്തി എന്ന് പറഞ്ഞ പാസ്റ്റർ എന്നോ പുരോഹിതൻ എന്നുള്ള ലേബലുള്ള വ്യക്തി ഇതാ വന്നു നിന്ന് പറയുന്നത്, എന്താ നീ കാണിക്കുന്നേ? നീ എത്രത്തോളം ഇതെല്ലാം വിഡ്ഢിത്തരമാണ്, ഇതൊന്നുമില്ല, ഇങ്ങനെ ഒരു പരിപാടിയില്ല, ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ പറയുന്ന ആരാണ്? ഈ ലേബലുള്ളവരാ. ചില ലേബലുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം. അവരെ മാറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ആ ലോകത്തിന് മനസ്സിലാകത്തില്ല, നിന്റെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയുടെ വില മനസ്സിലാകത്തില്ല, പെന്തക്കോസ്ത് അനുഭവം മനസ്സിലാകത്തില്ല, അനേകർക്ക് മനസ്സിലാകത്തില്ല. വചനം പറയുന്നു, പുരോഹിതൻ വരെ തന്നെ എന്ത് ചെയ്തു? കളിയാക്കി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് വായിക്കാമോ? ഒന്നുകൂടെ വായിക്കാം. 1 ശമൂവേൽ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഹൃദയം കൊണ്ട് സംസാരിച്ചു. ഒന്ന് നിർത്താം. ദൈവവുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാ? ഹൃദയത്തിന്റെ ആഴത്ത് നിന്ന്, നമ്മുടെ നാവിൽ നിന്നല്ല, ബുദ്ധിയിൽ നിന്നില്ല. ഇറ്റ് ഷുഡ് കം ഫ്രം ഹാർട്ട്. ഫുൾ. വചനം പറയുന്നത് ഹൃദയം നിറയുന്നത് വായി സംസാരിക്കുന്നു. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിന്റെ ആഴത്ത് നിന്നാണെങ്കിൽ ഉറപ്പായിട്ടും വിടുതലുണ്ട്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇറ്റ്സ് എ ഫുൾനെസ് ഓഫ്, നമ്മുടെ ഹാർട്ട് ഫുൾ ആണോ, വാട്ട് എവർ ഇറ്റ്സ് ലൈക്ക്, നമ്മുടെ ആ പൂർണ്ണമായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രെയർ ആണോ, there is miracles coming on the way. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാ. ഇവിടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. വായിച്ചേട്ടെ. Only her lips were moving. വോയിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അവള് സംസാരിക്കുന്നത് ഇവർക്ക് മനസ്സിലാകത്തില്ല. Man, he is not understanding. She is making some sounds. Only sound is coming, but there is no language or എന്തോ ഇവർക്ക് മനസ്സിലാകുന്നില്ല. Whatever she talks, പുരോഹിതന് മനസ്സിലാകുന്നില്ല. പുരോഹിതൻ വിചാരിച്ചു എന്ത് ചെയ്തെന്ന്? എന്താ വിചാരിച്ചേ? She was drunk. Amen. She was drunk. ഈ ഒരു അനുഭവം പുതിയ നിയമത്തിലുണ്ടായി. ആ പെന്തക്കോസ്ത് നാളിൽ 120 പേര് കൂടിയിരുന്നപ്പോൾ ചിലര് വന്ന് പറഞ്ഞു, ഇവരെന്ത് ചെയ്തു? മത്ത് പിടിച്ചിരിക്കുക. They were drunk. പെന്തക്കോസ്ത് നാളിൽ ഇത് സംഭവിച്ചു. ആമേൻ. ചിലർ വന്ന് പറഞ്ഞു, ഇവർ സംസാരിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ പറഞ്ഞു, ഇവർക്ക് എന്തുണ്ട്? മത്ത് പിടിച്ചിരിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, 2-3 ഗ്രൂപ്പിന് മാത്രമേ നമ്മൾ മത്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയത്തുള്ളൂ, നമുക്ക് ഭ്രാന്തെന്ന് പറയത്തുള്ളൂ. ആമേൻ. ഏത് ഗ്രൂപ്പാന്ന് ഓർമ്മയുണ്ടോ? 1 Corinthians chapter 14. Let's read. അതോടെ വായിക്കാം. 1 Corinthians chapter 14, 23rd verse 23. 1 Corinthians chapter 14 verse 23. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ മതി. സഭ ഒരുമിച്ച്. There was a church. ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്. ഇവിടെ ഒരു 50-100 പേര് വന്നെങ്കിൽ 100 പേരും വന്ന് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുക? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. വന്ന നേരം മുതൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. So all church come together and speaking in tongues.
ആമേൻ. ടങ്സ് എന്ന് പറയുമ്പോൾ അങ്ങ് തീർക്കല്ലേ. ടങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ടോക്കിംഗ് ടു ഗോഡ്. നമ്മൾ എപ്പോഴും ടങ്സ് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, യു ആർ ടോക്കിംഗ് ടു ഗോഡ്. അതുകൊണ്ടാണ് 1 Corinthians chapter 14 verse 2 says, those who talk in tongues talking to God, ദൈവവുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറയുന്നു? all church come together and talking to God. നമ്മൾ ടങ്സ് എന്ന് പറയേണ്ട കാര്യമല്ല, നമ്മൾ ടോക്കിംഗ് ടു ഗോഡ് എന്ന് പറയണം. ആമേൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ടോക്കിംഗ് ടു ഗോഡ്. then there is some people might come into the church. ആമേൻ. Paul says രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഏത് ഗ്രൂപ്പ്? 2-3 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന്, അന്യഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഹോളി സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ഓൾ ചർച്ച് എന്ന് പറയുന്നത്. But there is some other people coming in the church. There is one person. ഒരു ഗ്രൂപ്പ് ഏതാണ്? ആത്മാവില്ലാത്തവർ. ഒന്ന്, ആത്മാവില്ലാത്തവർ. അതിന്റെ അർത്ഥം ആത്മാവില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവില്ലാത്തവർ പള്ളിയിൽ വന്നാൽ. അവൻ ഒരു കാര്യമുണ്ട്. അടുത്തൊരു ഗ്രൂപ്പുണ്ട് അവിശ്വാസി, വിശ്വാസമില്ലാത്തവർ, യേശുവിനെ കുറിച്ച് അറിയാത്തവർ. അതിന്റെ മുമ്പത്തെ ഗ്രൂപ്പ് ആത്മാവില്ലാത്തവരാ. അവർ അവിശ്വാസികളല്ല, അവർ വിശ്വാസികളാ. യേശുവിനെ അറിയുന്നവരാ, യേശുവിനെ വിശ്വസിക്കുന്നവർ. They believe in Jesus. അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, unlearned unbelievers. ഒന്ന് അൺലേൺഡ്, അടുത്ത് അൺബിലീവർ. അൺബിലീവർ എന്ന് പറയുമ്പോൾ ബിലീവർ അല്ല, മറ്റേത് അൺലേൺഡ്. ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തവർ, അന്യഭാഷയെ കുറിച്ച് അറിവില്ലാത്തവർ, അന്യഭാഷയെ കുറിച്ച് പഠിപ്പിക്കാത്തവർ, അതുവരെ പഠിക്കാത്തവർ. അവരുടെ പള്ളിയിൽ പഠിപ്പിക്കത്തില്ലായിരിക്കാം. അവരുടെ പള്ളിയിൽ ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്നവരായിരിക്കാം, ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരായിരിക്കും, ഇതിനെക്കുറിച്ച് അവർ നെഗറ്റീവ് ഇംപ്രഷൻ ഉള്ളവരായിരിക്കാം. ദേ ആർ അൺലേൺഡ് എന്ന് പറയാം. ആമേൻ. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ബട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അൺബിലീവേഴ്സ്. ദേ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. അവർ കയറി വരാം. അവർക്ക് ഇതിനെപ്പറ്റി യേശുവിനെ അറിയത്തില്ല, ആരുമെന്നും അറിയത്തില്ല. അങ്ങനെ 2 ഗ്രൂപ്പ് കയറി വന്നാൽ, ഈ 2 ഗ്രൂപ്പ് പള്ളിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തെന്നേ പറയത്തുള്ളൂ. നിങ്ങൾ അവരെ പഠിപ്പിക്കണം ഈ അന്യഭാഷ എന്താണെന്ന്, ദൈവത്തോട് സംസാരിക്കണം എന്താണെന്ന് നിങ്ങൾ പഠിപ്പിക്കണം. ആമേൻ. അകത്ത് കയറി വന്നാലോ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് പറയില്ലയോ? ഈ അന്യഭാഷയെ കുറ്റം പറയുന്നവർ അവരുടെ കുഴപ്പമില്ല, ബിക്കോസ് ദേ ആർ അൺലേൺഡ് ഓർ ദേ ആർ നോട്ട് ഗിഫ്റ്റഡ്. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഈ ഗ്രൂപ്പ് കയറി വന്നാൽ പ്ലീസ് ഡോണ്ട് കണ്ടിന്യൂ ഇൻ ടങ്സ്. ടീച്ച് ദം ഹൗ ടു ടോക്ക് ടു ഗോഡ്. Pray for them. Let them also join us to talk to God in spirit and tongues. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോട് സംസാരിക്കണം. We have to talk to God. Amen. ഇവിടെ ഹന്നയുടെ പ്രാർത്ഥന പുരോഹിതന് മനസ്സിലായില്ല. പുരോഹിതന് വിചാരിച്ചു തനിക്ക് ഹന്നയ്ക്ക് ഭ്രാന്താണെന്ന്, ഷീസ് ഡ്രങ്ക് എന്ന്. എന്താണെന്നറിയാമോ? ബൈബിൾ സേസ് he might not be filled with Holy Spirit. അങ്ങനെയുള്ളവർക്ക് ഇത് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ അവരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചേനെ. ഷീസ് കണക്റ്റഡ് വിത്ത് ഗോഡ്. ഈ പ്രാർത്ഥനയുടെ മറുപടി അവിടെ വെളിപ്പെട്ടു. ഞാൻ പറയുന്നു, ഞാൻ ഒരു കാര്യം പറയാ, അവളുടെ വ്യസനം, അവളുടെ ദുഃഖം ദൈവസന്നിധിയിൽ പകർന്നത് ഒരു അത്ഭുതമായി ദൈവം മാറ്റി. ഇന്ന് പകൽക്കാല നമ്മൾ വന്നിരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുകയാണോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ ആർക്കും മനസ്സിലായില്ലെങ്കിലോ, ആർക്കും തന്റെ ജീവിതത്തിൽ നടക്കാൻ കഴിയാത്ത വിഷയമാണെന്ന്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചെന്ന് പുരോഹിതന് മനസ്സിലായില്ലെങ്കിൽ സ്വർഗത്തിന് വ്യക്തമായി മനസ്സിലായി. സ്വർഗത്തിന് വ്യക്തമായി മനസ്സിലായി. സ്വർഗത്തിന് വ്യക്തമായി മനസ്സിലായി. നിന്റെ പ്രാർത്ഥന ആർക്കും മനസ്സിലായി. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആ പ്രാർത്ഥന, ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന ചിലപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല, ഭർത്താവിന് മനസ്സിലാകത്തില്ല, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഫാസ്റ്ററിന് മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാ, സ്വർഗത്തിന് അത് മനസ്സിലാകും. വചനം പറയുന്നു, ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ ആ ഏലി പുരോഹിതനേക്കാളും അടുക്കൽ നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഏലി പുരോഹിതൻ ജഡ്ജ് ചെയ്യാൻ നിൽക്കുമ്പോൾ ജഡ്ജ് ചെയ്യാത്ത ഒരു ദൈവം അവളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? തന്റെ ജീവിതത്തിൽ മറുപടി കൊടുക്കുവാൻ, അത്ഭുതമായി തന്റെ ജീവിതത്തിൽ മറുപടി വെളിപ്പെടുവാൻ പുരോഹിതനേക്കാളും അടുക്കൽ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ദൈവം. Such shall God was there so that her prayer was answered. അവളുടെ പ്രാർത്ഥന ഒന്ന് വായിച്ചാട്ട് ഏലി എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും.
14 വാക്യം, ഹല്ലേലൂയ, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഓ, ഈ മത്തൊന്ന്, ഈ ലഹരി ഒന്ന് ഇറങ്ങട്ടെ. ഹി ഇൻസൾട്ടഡ് ഹർ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ടോട്ടലി ഇൻസൾട്ടഡ്. ഒരു ദൈവസേനയിൽ വന്നിരുന്ന് കരയുന്ന ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്തു. ചിന്തിച്ചു, അവിടെ മുറിവിനെ ഒന്നുകൂടെ, മനുഷ്യൻ എങ്ങനെയാ, മുറിവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? ഒന്നുകൂടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അതെന്ത് ചെയ്യും? ഒന്നുകൂടെ ചെയ്യും. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ തൻ്റെ വേദന കൊണ്ട് പുരോഹിതനോട് പറയുന്നുണ്ട്. 16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിൽ ദുഃഖവും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ട് ഞാൻ സംസാരിച്ചു. വചനം പറയുന്നു, അവളുടെ സംസാരിച്ച പുറത്ത് കേട്ടില്ല. അല്ലെങ്കിൽ സംസാരം ഒരു വാക്കല്ല, സംസാരിച്ചു എന്നാ പറയുന്നേ. സംസാരിച്ച സംസാരം സ്വർഗത്തോടായിരുന്നു, ദൈവത്തോടായിരുന്നു. ആമേൻ. അവൾ സംസാരിച്ചു. അതിൻ്റെ അർത്ഥം ഏലി പുരോഹിതൻ കേൾക്കാത്ത ഒരു സംസാരം അവിടെ നടന്നു. ഏലി പുരോഹിതന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംസാരം നടന്നു. വചനം പറയുന്നു, നീ ദൈവത്തോടെ സംസാരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നത്, ദൈവത്തോടെ സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നു, അടുത്ത വാക്യം വരുന്നു, നീ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന ദൈവം നിനക്ക് തരുമാറാകട്ടെ. അതിന്റെ മറുപടി അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിന് ഏലി ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഗോഡ് ആൻസേർഡ്. ഒരു പ്രൊഫറ്റിക് ആയിട്ട് ദൈവദാസൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥന മറുപടിയായി വെളിപ്പെടും. നിനക്കൊരു മറുപടി ഉണ്ട്. നീ വന്ന് ദൈവത്തോടാണോ നീ സംസാരിക്കുക? എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നീ ദൈവത്തോടാണ് സംസാരിച്ചെങ്കിൽ, നീ ഇസ്രായേലിന്റെ ദൈവത്തോടാണ് സംസാരിച്ചെങ്കിൽ, ഈ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തോടാണ് സംസാരിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം നിനക്ക് മറുപടി ഉണ്ട്. ആ വിശ്വാസത്തോടെയാണോ നീ പ്രാർത്ഥിച്ചത്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവളുടെ പ്രാർത്ഥന ഒരു പ്രോഫറ്റിനെ, ഒരു പ്രവാചകനെ ജനനം കൊടുത്തെങ്കിൽ, ജന്മം കൊടുത്തെങ്കിൽ, ചില പ്രൊഫറ്റിക്കായിട്ട് ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയെ ഒരു പ്രോഫറ്റായിട്ട് പുറത്തെടുക്കാൻ, അഭിഷേകമുള്ള ഒരു തലമുറയെ പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയോ? വിശ്വസിക്കാൻ കഴിയുന്നവർ ഹല്ലേലൂയ. രാജാക്കന്മാരെ അനോയിന്റ് ചെയ്യുന്ന, ഹല്ലേലൂയ, രാജാക്കന്മാരെ അനോയിന്റ് ചെയ്യുന്ന ഒരു അഭിഷേകമുള്ള ഒരു തലമുറയെ ഈ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നെങ്കിൽ, അമ്മയാക്കി മാറ്റുക ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഒരു മദറാക്കി മാറ്റുക, അനേകരുടെ മദറാക്കി മാറ്റുക. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അഭിഷേകത്തിന്റെ മദറാക്കി മാറ്റുക ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നിന്റെ ജീവിതത്തിലുള്ള പ്രാർത്ഥന നിന്റെ തലമുറയെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു തലമുറയാക്കി മാറ്റുക. നിന്റെ പ്രാർത്ഥന നിന്റെ തലമുറയെ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുവരിക, അഭിഷേകത്തിന് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുവരിക. ഇന്ന് പകൽ അനേകരെ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒരു തലമുറയാക്കി മാറ്റുവാൻ കഴിയും. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരമ്മയുടെ പ്രാർത്ഥന ഒരു രാജ്യത്തിനെ തന്നെ ഉരുവാക്കിയെങ്കിൽ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഒരമ്മയുടെ പ്രാർത്ഥന, ഒരു ബാല്യ ലോകം കണ്ട, ചരിത്രം കണ്ട ഒരു പ്രവാചകനെ എഴുന്നേപ്പിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാല അടഞ്ഞ ഉദരത്തെ തുറന്ന് തലമുറയെ പുറത്തെടുത്തെങ്കിൽ, ദൈവത്തിന് ഇന്നും അസാധ്യം അതൊന്നുമില്ല. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മുടെ പ്രാർത്ഥന മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ? നമ്മുടെ
പ്രാർത്ഥന ഹല്ലേലൂയ അനേകരുടെ മുമ്പിൽ നമ്മുടെ ഫെയിമിന് വേണ്ടിയാണോ? അവളുടെ ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തെന്നറിയാമോ? തന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാ, പക്ഷെ തന്റെ ജീവിതത്തിൽ ആ വാക്യൂം ഫിൽ ചെയ്യുക, ദൈവിക ഗ്ലോറി വെളിപ്പെടുവാൻ കാരണമായത് ആ ദൈവസന്നിധിയിലുള്ള കരഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അവളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തെ ആശ്രയിച്ചതാണ്. മനുഷ്യനിൽ ആശ്രയിക്കലാൽ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലതെന്നുള്ള ആ ഉറപ്പോടെ ദൈവസന്നിധിയിൽ ഇരുന്നതാണ്. ഇന്ന് പാൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്നും എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുള്ള എത്ര പേരുണ്ട്? കണ്ണുകൾ അടയ്ക്കാമോ? അസാധ്യമായ വിഷയത്തിന്റെ അകത്ത് ചില സാധ്യതകൾ വെളിപ്പെടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ചിലത് സംഭവിക്കുക. ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ഒരു വലിയ വിടുതല. ആമേൻ. 1 ശമൂവേൽ 2 നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ 2-ാം അധ്യായം വായിക്കണം. അതിന്റെ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ എന്താ അവൾ പ്രാർത്ഥിച്ചതെന്ന്. അവൾ അറിയാതെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനയുടെ ഒരു വാക്കുണ്ട്. ആമേൻ. മച്ചിയായവളെ 7 പ്രസവിക്കുമാറാക്കും. അടുത്ത ആ അധ്യായത്തിൽ അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? എനിക്ക് ഉറപ്പുണ്ട് അവൾ പുരോഹിതൻ കേൾക്കാൻ പറ്റാത്തൊരു പ്രാർത്ഥന, മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രാർത്ഥനയുടെ വിഷയമൊന്നുണ്ടായിരുന്നു. മച്ചിയെ 7 പ്രസവിക്കുമാറാക്കും. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? അസാധ്യമെന്ന് പറയുന്ന മെഡിക്കൽ സയൻസ് ഇംപോസിബിൾ എന്ന് പറയുന്നിടത്ത് അവൾ അത് പറഞ്ഞെങ്കിൽ അന്ന് വിഡ്ഢിയായെന്നെ. അത് മനുഷ്യൻ കേൾക്കാനല്ല പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവ് പറയും നീ പ്രാർത്ഥിക്കേ. നിന്റെ നാവിൽ തരുന്ന വാക്കുകൾ ഇതാണ്: മച്ചി 7 പ്രസവിക്കും. Barren will bear child. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ചില പ്രാർത്ഥന മനുഷ്യൻ കളിയാക്കിയെന്ന് വരാം. അത് പുറത്ത് പറയാൻ പറ്റാത്ത പ്രാർത്ഥനയായിരിക്കാം, ബുദ്ധിക്ക് അതീതമായ പ്രാർത്ഥനയായിരിക്കാം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചില പ്രാർത്ഥനയാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ഭവന പ്രാർത്ഥന മാറട്ടെ, വീട്ടിലുള്ള പ്രാർത്ഥനയുടെ ലെവല് മാറട്ടെ, ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന സംസാരമായി മാറട്ടെ. Let us talk to God. Let the Holy Spirit help you in prayer. Let's close our eyes and pray. Oh Rabba Hattana Manandana Banagadana. Oh Ribaba Shamthuni Manandana Banagadana. Oh Ribaba Baba. വചനം ധ്യാനിച്ചാട്ട കേട്ട വചനങ്ങൾ ദൂതുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് കത്തട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ വരുന്ന കർത്താവേ, ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ കഴിയാത്ത വിഷയത്തിന്റെ അകത്ത് മറുപടി തരുമെന്ന്, നമ്മുടെ ലിമിറ്റായിരിക്കും, നമ്മുടെ ബുദ്ധി കൊണ്ടും
പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ വിഷയത്തിന്റെ അകത്ത് മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ, ഓരോരുത്തരെയും പ്രാർത്ഥിക്കുവാൻ ബലപ്പെടുത്തും. ഹെൽപ്പിംഗ് the Holy Spirit help them to pray according to your wish, God. അങ്ങയുടെ ഇഷ്ടം പ്രകാരമുള്ള പ്രാർത്ഥന ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. അങ്ങുമായിട്ട് സംസാരിക്കാനുള്ള ആഗ്രഹം ഓരോരുത്തരുടെ ജീവിതത്തിൽ കൊടുക്കും കർത്താവേ. ഹെവനുമായിട്ട് കണക്റ്റ് ആയിരിക്കുക ഓരോരുത്തരെയും കൃപ ചെയ്യും കർത്താവേ, ബലപ്പെടുത്തും. Let them be filled with the Holy Spirit, God. ഓരോ കുടുംബങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ തരുന്നത്, especially we pray for all the mothers once more. Let them be blessed, God. ഹന്നെ പോലെ ചില വാഗ്ദത്തങ്ങൾ, ചില സൂപ്പർ നാച്ചുറലായ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നേടുന്നവരായി മാറട്ടെ കർത്താവേ. അവരുടെ സ്പിരിച്വൽ ലൈഫ്, പ്രയർ ലൈഫ് അടുത്തൊരു തലത്തിലേക്ക് കയറട്ടെ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അസാധ്യമെന്ന് പറഞ്ഞ വിഷയങ്ങൾ പിടിച്ചെടുക്കുന്ന പ്രാർത്ഥിച്ച് പിടിച്ചെടുക്കുന്നവരായി മാറട്ടെ കർത്താവേ. അനുഗ്രഹിക്കുന്ന ബ്ലസ് ചെയ്യുന്ന കർത്താവ്. വരാത്തവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ കൂട്ടി വരുത്തും. ദൈവമേ, പുത്തൻ ആത്മാക്കൾ കടന്നു വരട്ടെ, സ്നാനങ്ങൾ നടക്കട്ടെ, സഭ നിറഞ്ഞു കവിയട്ട് കർത്താവേ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. അങ്ങയുടെ വരവ് താമസമെങ്കിൽ ദൈവിക മഹത്വം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ട് അനേകരെ ദൈവത്തിൽ ആകർഷിക്കുന്ന ഹല്ലേലൂയ ഒരു അത്ഭുതമാക്കി ഇവരെ മാറ്റും കർത്താവേ. ഇവരെ അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.